ദുബായ് എയർപോർട്ടിൽ ഇറങ്ങാനുള്ള ഫ്ലൈറ്റ് ബാക്ക് ടു ബാക്ക് വരുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഓൾറെഡി 2 കടന്നു പോയി. ഇപ്പോൾ ഇതാ ഒരു എയർ ബസ് വരുന്നുണ്ട്. അതിന് ബാക്കിൽ വേറൊരെണ്ണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, അതിന് ബാക്കിൽ ഒരെണ്ണം വരുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഇതിൽ എത്ര ഫ്ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. അടുത്ത എയർ ബസ് തന്നെയാണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ലാൻഡിങ്ങിനുള്ളതാണ് കേട്ടോ. ഇത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ അടുത്തത് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബാക്ക് ടു ബാക്കായിട്ട് എത്ര ഫ്ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് തരണേ. അടുത്ത ഫ്ലൈറ്റ് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡോട്ടായിട്ട് അത് ആ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ജസ്റ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും സമയത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് ഇവിടെ ദുബായ് എയർപോർട്ടിൽ ഫ്ലൈറ്റുകൾ വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ട് ബാക്കിൽ വീണ്ടും ഒരു ഡോട്ട് ആ ബിൽഡിങ്ങിൻ്റെ കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഡോട്ട് വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ഇത്രയും സമയം കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതാ ഈ ഫ്ലൈറ്റ് കാണുന്ന രീതിയിൽ ഈ ഡോട്ട്സും നമുക്ക് കാണാൻ പറ്റും. ഈ ഫ്ലൈറ്റ് കാണുന്ന അതേ രീതിയിൽ നമുക്ക് അതും കാണാൻ പറ്റും. ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ കുറേ ഫ്ലൈറ്റുകളുണ്ടാവും. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് ഫ്ലൈ ദുബായ്. ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ, ലാൻഡിങ്. ഇതാ അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഏകദേശം വിസിബിളായി. ഇതാ വിസിബിലിറ്റി കൂടി വരുന്നുണ്ട്, കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ ഇത്രയും ടൈമിൽ ബാക്ക് ടു ബാക്ക് ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ ഒരു കാഴ്ച കേട്ടോ. നിങ്ങൾക്ക് അടുത്തത് വീണ്ടും കാണാൻ പറ്റുന്നുണ്ടാവും. അതിന് ഈ വരുന്ന ഫ്ലൈറ്റ് അതാ ഇത് ഓൾറെഡി ഇതാ ഇവിടെ കാണുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റ് അതാ ജസ്റ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേപോലെ ഇത്രയും തിരക്കുള്ള ഒരു ഇത് നിങ്ങൾ വേറെ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇത്രയും ബാക്ക് ടു ബാക്കിൽ ഇങ്ങനെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ അതിനൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് അഗൈൻ ഫ്ലൈ ദുബായ് തന്നെയാണ്. ഫ്ലൈ ദുബായ്. അടുത്തത് സ്പോട്ട് ചെയ്ത ഫ്ലൈറ്റ് നല്ല രീതിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം ഇത്ര നല്ല രീതിയിൽ വിസിബിളായി. അടുത്ത ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്ത് തുടങ്ങി, കണ്ടില്ല? ആ ബിൽഡിങ്ങിൻ്റെ കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്പോട്ട്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ വിസിബിൾ ആവും നിങ്ങൾക്ക് കേട്ടോ. ഇത് എമിറേറ്റ്സ് ആണ്. ബോയിങ് ആണ്. നമ്മൾ നേരത്തെ കണ്ടത് എയർ ബസ് ആയിരുന്നു 360. ഇത് നമ്മൾ ബോയിങ് ആണ് കാണുന്നത്. ഡബിൾ എഞ്ചിനാണ്. അടുത്തത് സ്പോട്ട് ചെയ്ത സംഭവം
കുറച്ചും കൂടെ നിങ്ങൾക്ക് വിസിബിളായി കാണാൻ പറ്റും. ഇപ്പോൾ ഇതാ കാണുന്നു, ഇതാ ഇത്രയും വിസിബിളായി അടുത്തത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കോർണറിൽ തന്നെ ഇത്രയും ഡിസ്റ്റൻസിലും ഇത്രയും സമയ വ്യത്യാസത്തിലുമാണ് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ്. ഈ ബിൽഡിങ്ങിൻ്റെ കോർണറും ഈ ഫ്ലൈറ്റും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസിലാണ് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇതാ ഈ ഒരു ഫ്ലൈറ്റും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം എത്ര എന്നുള്ളത് കാണാൻ മനസ്സിലാവും. ഇത് ഫ്ലൈ ദുബായ് തന്നെ. അടുത്തത് സ്പോട്ട് ചെയ്തത് ഇതാ നിങ്ങൾക്ക് വീണ്ടും കാണാം, ഉണ്ടല്ലോ. അതാ അടുത്തത് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ വരുന്നു, ഇതിൻ്റെ ബാക്കിൽ അതാ അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതാ അടുത്തത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്. ഈ വരുന്നത് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കണം. അടുത്തത് ഇതാ വരുന്നു. ഇതാണ് നമ്മളിവിടെ ദുബായ് എയർപോർട്ടിലെ ഫ്ലൈറ്റിൻ്റെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എത്ര ഫ്ലൈറ്റ് നിങ്ങൾ കണ്ടു, അത് അടുത്തത് സ്പോട്ട് ചെയ്തു കേട്ടോ. അടുത്ത സ്പോട്ട് നിന്ന് ഇത് നമുക്ക് കൂടുതൽ വിസിബിളായി കാണുന്നില്ലേ. അപ്പോൾ നമ്മളിതിൽ ടോട്ടൽ എത്ര ഫ്ലൈറ്റ് കണ്ടു എന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യും. ഇതിലെത്ര നമ്മളെ ദുബായ് എയർപോർട്ടിലെ ഫ്ലൈറ്റ് ലാൻഡിങ് ആണ് നമ്മളിത് കാണുന്നത് കേട്ടോ. ലാൻഡിൽ ടച്ച് ചെയ്തല്ല, ലാൻഡിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ലാൻഡിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇനി എയർപോർട്ടിൽ. ജസ്റ്റ് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ ഒരു 13 to 20 മിനിറ്റ്. അത് ആൾക്കാർ നടക്കുന്നതിൻ്റെ ഇതുപോലെ ഇരിക്കും. സ്പീഡിൽ നടക്കുന്നവരുണ്ടാവും, സ്ലോയിൽ നടക്കുന്നവരുണ്ടാവും. അപ്പോൾ നല്ല സ്പീഡിൽ നടക്കുന്നവരൊക്കെ ആണെങ്കിൽ, നല്ല രീതിയിൽ ശരീരം അനങ്ങി നടക്കുന്നവരാണെങ്കിൽ ഒരു 12-14 മിനിറ്റ് മതി. അതല്ലാത്തവർക്കൊരു 20 മിനിറ്റ് വേണ്ടി വരും. ആ വരുന്നത് എയർ ബസ്സാണ് കേട്ടോ. ഈ വരുന്നത് എയർ ബസ്സാണ്. അത് നമ്മൾ ഈ എയർ ബസ് കാണുമ്പോൾ അടുത്തത് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒരേ പാതയിലൂടെയാണ് എല്ലാതും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ. ഒരേ ഡയറക്ഷനിലൂടെയാണ് എല്ലാ ഫ്ലൈറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ എയർ ബസ്സിൻ്റെ സഞ്ചാരം കണ്ടോളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 9-9.5 മിനിറ്റായി. 10 മിനിറ്റ് ഒന്നും തികഞ്ഞിട്ടില്ല. 10 മിനിറ്റ് തികയുമ്പോഴേക്കും 2 ഫ്ലൈറ്റ് കൂടെ നിങ്ങൾക്ക് കാണാം. ഈ കാണുന്നതിൻ്റെ പിന്നിൽ ഒരെണ്ണം കൂടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇത് അടുത്ത് സ്പോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അതാ സ്പോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ സ്പോട്ട് ചെയ്ത ഫ്ലൈറ്റ് ഉൾപ്പെടെ നിങ്ങൾ ടോട്ടൽ എത്ര ഫ്ലൈറ്റ് ഇതിൽ കണ്ടു എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.